ഡിസൈൻ റൈറ്റ്സ്. അതായത് ഡിസൈൻ റൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഡിസൈൻ എഞ്ചിനീയേഴ്സും ഓരോ പ്രൊഡക്റ്റ്സ് ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അത് നമുക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, അതിനുള്ളൊരു പേറ്റൻറ്റ് നമുക്ക്, അതിന് പേറ്റൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ എടുക്കുന്നതിനെയാണ് ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മൊബൈൽ എടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ ഐഫോൺ ആണെങ്കിൽ ആ ആപ്പിളിൻ്റെ ലോഗോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ അതിൻ്റെ ലോഞ്ചർ, മൊബൈലിൻ്റെ മീൻസ് ആപ്പ്, അതിൻ്റെ സ്റ്റൈല്, അതെല്ലാം ആ ഒരു ബ്രാൻഡിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അത് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള റൈറ്റ്സ്, അതിനാണ് നമ്മൾ ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇഫ് യു ഹാവ് ക്രിയേറ്റഡ് എ ന്യൂ ഡിസൈൻ, it's worthwhile considering registering it to effectively prevent others from copying or exploiting your design. നമ്മളൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കോപ്പി ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. A registered design is an excellent and cost-effective tool to protect your rights against copying and counterfeiting. അതായത് നമ്മൾ ഡിസൈൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊരാൾക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഈ ഡിസൈൻ റൈറ്റ്സ് എന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിസൈൻ രജിസ്ട്രേഷൻ മീൻസ് യു ക്യാൻ രജിസ്റ്റർ ദ ലുക്ക് ഓഫ് യുവർ പ്രൊഡക്റ്റ്. ഇറ്റ് ഗിവ്സ് യു എൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യുവർ ഡിസൈൻ ഫോർ എ ലിമിറ്റഡ് ടൈം. അതായത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ലുക്ക് അല്ലെങ്കിൽ സ്റ്റൈല് അതെല്ലാമാണ് നമ്മൾ ഡിസൈൻ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഡിസൈൻസ് ക്യാൻ ബി രജിസ്റ്റേർഡ് ടു പ്രൊട്ടക്ട് ദ ലുക്ക് ഓഫ് ഹോൾ പ്രൊഡക്റ്റ്, എ പാർട്ട് ഓഫ് യുവർ പ്രൊഡക്റ്റ്, ഓർ ഈവൻ ജസ്റ്റ് എ സ്മോൾ ഇൻ ഡീറ്റെയിൽ. അത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഫുൾ പാർട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം ലുക്ക്, ഹോൾ പ്രൊഡക്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കംപ്ലീറ്റ് റൈറ്റ്സ് നമുക്ക് മീൻസ് അതിൻ്റെ ഡിസൈനറിനെ എന്താ പറയുന്നത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും, പ്രൊഡക്റ്റ് മൈറ്റ് ബി സംതിങ് ഫങ്ഷണൽ ലൈക്ക് എ മൊബൈൽ ഫോൺ, എ ഡ്രിൽ, ഓർ എ ടൂത്ത് ബ്രഷ്, ഓർ സംതിങ് മോർ ഡെക്കറേറ്റീവ് ലൈക്ക് എ വേസ് ഓർ എ പീസ് ഓഫ് ജ്വല്ലറി. ഏത് പ്രൊഡക്റ്റ് ആയാലും നമുക്ക് ഡിസൈൻ റൈറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ മറ്റാരും കോപ്പിറൈറ്റ് ചെയ്യാതിരിക്കാനാണ് ഡിസൈൻ റൈറ്റ്സ് പറയുന്നത്. You can also protect graphical symbols, logos, computer icons, user interface graphics, even typefaces with a registered design. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഫോം മാത്രമല്ല, നമ്മളെ ലോഗോസ്, അതിൻ്റെ ഐക്കൺ, പോസ്റ്റർ, കമ്പ്യൂട്ടർ ഐക്കൺ, ഒരു ആപ്പിൻ്റെ ഒരു സ്റ്റൈല്, അതായത് അങ്ങനെ അത് കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടി. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മിൽമയുടെ ലോഗോ, അതിൻ്റെ ലോഗോ അത് അവർക്ക് മാത്രമാണ് അതിൻ്റെ പേറ്റൻ്റ് ഉള്ളത്. അപ്പോൾ ആ ലോഗോ അവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ കമ്പനിക്ക് ലോഗോസ് ഉണ്ടാവും. അത് രജിസ്റ്റർ ചെയ്താലേ നമുക്ക് അതിനുള്ള റൈറ്റ്സ് കിട്ടുള്ളൂ. ദ ഡിസൈൻ മസ്റ്റ് ന്യൂ and have an individual character over prior design registration in order to be registered. നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസൈൻ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം മറ്റാരുടെ അടുത്ത് കോപ്പി ചെയ്ത് നമുക്കത് പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. സോ അതിനാണ് നമ്മൾ ഈ ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് എത്തിക്സ് ഇൻ ഡിസൈൻ. അതായത് ടു ഡിസൈൻ മീൻസ് ടു അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ക്രിയേറ്റിംഗ് ഡിസൈൻ. നമ്മളൊരു ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നതിനാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈനേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൊസൈറ്റി ഇൻ വിച്ച് ദേ വർക്ക് ആൻഡ് ദ ഡിസൈൻ പ്രൊഡക്റ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് സൊസൈറ്റി. അതായത് നമ്മളുടെ ഡിസൈനേഴ്സ് സൊസൈറ്റി അവർ ഡിസൈനേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ പ്രൊഡക്റ്റ് നമ്മളെ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത ആ ഡിസൈനറിനെ മീൻസ് അത് എൻവയോൺമെൻറ്റ് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി, അതായത് മാനുഫാക്ചേഴ്സ്, ക്ലയൻസ്, അങ്ങനെ മൊത്തം യൂസേഴ്സ്, എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബേസിക്കലി അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈനിങ്ങിൻ്റെ കേസിൽ എത്തിക്സ് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ വി മസ്റ്റ് കൺസിഡർ എത്തിക്സ് ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ഇൻ അവർ എക്സാമിനേഷൻ ഓഫ് ഹൗ എഞ്ചിനീയേഴ്സ് ഡിസൈൻ തിങ്സ്. അതായത് ഒരു എത്തിക്സ് ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് സൊസൈറ്റീനെ നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിന് കുറച്ച് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എത്തിക്സിനെ ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. എത്തിക്സ് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ലിഗേഷൻസ്. അതായത് നമ്മൾ എത്തിക്സിന് നമുക്ക് കുറച്ചധികം ഡെഫിനേഷൻസ് കൊടുക്കാൻ പറ്റും. എത്തിക്സ് മീൻസ് ഡിസിപ്ലിൻ ഡീലിംഗ് വിത്ത് വാട്ട് ഇസ് ഗുഡ് ആൻഡ് ബാഡ് വിത്ത് മോറൽ ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ. അതായത് എന്താണ് നല്ലത്, എന്താണ് ചീത്ത, അത് നമ്മൾ മനസ്സിലാക്കി തരുന്നതിനാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ഓർ മേ ബി നമുക്ക് സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ഓർ വാല്യൂസ്. അതായത് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസിൻ്റെ ഒരു സെറ്റ്, അതിനെ നമുക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം എത്തിക്സിൻ്റെ ഡെഫിനേഷൻസ് ആണ്. സെക്കൻഡ്, ദെൻ ഇറ്റ് മേ ബി ഓർ എ തിയറി ഓഫ് സിസ്റ്റം ഓർ മോറൽ വാല്യൂസ്, അങ്ങനെ പറയാം.
അല്ലെങ്കിൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ട് ഗവേണിംഗ് ഇൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ്. ഓക്കെ, അതായത് അങ്ങനെ ഈ രീതിയിലെല്ലാം നമുക്ക് എത്തിക്സിനെ പറയാൻ പറ്റും. ദെൻ മോറൽ മീൻസ് ഈ എത്തിക്സിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ മോറൽ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. അതായത് മോറൽ മീൻസ് moral may be relating principles of right or wrong in behavior or expressing or teaching a conception of right behavior. നമ്മൾ റൈറ്റ് ബിഹേവിയറിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമുക്ക് മൊറാലിറ്റി എന്ന് പറയാൻ പറ്റും. So this definitions define ethics as a set of guiding principles or a system that people can use to help them behave well. അതായത് നമ്മൾ മീൻസ് നമുക്ക് റൈറ്റ് ബിഹേവിയർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എത്തിക്സ് മൊറാലിറ്റി അതെല്ലാം കീപ്പ് ചെയ്യണം. അതിന് അതായത് ഈ എത്തിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗീവ്സ് എ റൈറ്റ് ബിഹേവിയർ. നമുക്ക് നമ്മൾ വെൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഈ റൈറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബേസിക്കലി നമ്മുടെ ഫാമിലി, നമ്മുടെ റിലീജിയൻ, അതെല്ലാം നമുക്ക് നമ്മുടെ ട്രഡീഷൻ, അതെല്ലാം നമുക്ക് റൈറ്റ് ബിഹേവിയർ നമുക്ക് അതിൽ നിന്നല്ല അതായത് അവർ എല്ലാം നമുക്ക് എന്ത് തരും, നമ്മൾ റൈറ്റ് പാത്തിലൂടെ നമുക്ക് പോകാൻ വേണ്ടി അവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ട് നമുക്കൊരിക്കലും നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ റിയൽ ലൈഫും നമ്മളെ പ്രൊഫഷണൽ ലൈഫും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പ്രൊഫഷണൽ ലൈഫിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മുടെ ഈ റിലീജിയൻ മീൻസ് റിലീജിയസ് പാത്ത് അല്ലെങ്കിൽ ഫാമിലി, അതിൽ നിന്നെല്ലാം കിട്ടുന്ന എന്താ പറയുക ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്ന ബിലീഫ്സ്, അതെല്ലാം നമുക്ക് ബെറ്ററാണ്, നല്ലതാണ്. പക്ഷെ അത് നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മളെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായ ഫീൽഡാണ് ഉണ്ടാവുക. സോ ജനറലി നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മളെ പ്രൊഫഷണൽ ലൈഫ് ബെറ്റർ പോസിറ്റീവ് വേയിൽ പോകാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യുക വെച്ചാൽ യൂഷ്വലി അങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഫോളോ ചെയ്ത് പോകാനാണ് നമ്മൾ എത്തിക്സ് ഇൻ ഡിസൈൻ എന്ന് പറയുന്നത്. മീൻസ് എത്തിക്സ്. സോ നമ്മൾ ഡിസൈൻ എഞ്ചിനീയേഴ്സിനും എത്തിക്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് പേരെ എഫക്റ്റ് ചെയ്യുന്നു പോസിറ്റീവ്ലി, അവർക്കത് ആവശ്യമാണ്. ബട്ട് കുറച്ച് പേര് അത് എന്ത് ചെയ്യാണ്, നെഗറ്റീവ്ലിയാണ് എഫക്റ്റ് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് അത് എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. സോ അങ്ങനത്തെ കേസിലെല്ലാം കോൺഫ്ലിക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ആ കേസിൽ നമ്മൾ എത്തിക്കലി മൂവ് ചെയ്താൽ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും. അത് എഫക്റ്റിംഗ് മാക്സിമം നമ്മൾ നെഗറ്റീവ്സ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതുപോലെ നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ്സ്, ഒരു ഡിസൈനിന് വേണ്ടി നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ റാങ്കിങ് ചെയ്യാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഒബ്ജക്റ്റീവ്സ് റാങ്കിങ് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇഷ്ടത്തിന് മീൻസ് നമ്മൾ ക്ലയൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതിലും ഒരു എത്തിക്സ് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ബെറ്റർ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാൻ പറ്റും. മീൻസ് അതിന് നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എത്തിക്സ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. കോഡ് ഓഫ് എത്തിക്സ്, വാട്ട് ആർ അവർ പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ്. അതായത് നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ എന്തെല്ലാം ഒബ്ലിഗേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും, ആ ഒരു അതിനെ ബേസ് ചെയ്ത് നമുക്ക് എത്തിക്കൽ റൂൾസ് നമ്മളെ പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൈനിങ് എഞ്ചിനീയർ ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അപ്പോൾ നമ്മളടുത്തൊരു ക്ലയൻറ്റ് വരുന്നു. അപ്പോൾ അവർ പറയുകയാണ് അവർക്കൊരു മൈൻ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യണം. നമ്മൾ ആ ലൊക്കേഷൻ, അവരുടെ ലാൻഡ് അവർ കാണിച്ചു തന്നു. സോ നമ്മൾ അവിടെ സർവേ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമാജിൻ ചെയ്യാണ് ആ ലാൻഡിൻ്റെ കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് അയാളുടെ അല്ല, നമ്മുടെ ക്ലയൻറ്റിൻ്റെ അല്ല. സോ അത് അറിഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും മറ്റൊരാളുടെ ഓണർഷിപ്പ് വരുന്നതിൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ആ ഒരു അങ്ങനെ വരുന്ന സമയത്ത് നമുക്കവിടെ ഒബ്ലിഗേഷൻ, നമുക്കവിടെ മീൻസ് എത്തിക്കലി ചിന്തിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരാണ്. അങ്ങനെ നമ്മൾ ഡിസൈൻ എഞ്ചിനീയേഴ്സിൻ്റെ പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സിൻ്റെ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇതുപോലെ പല ഒബ്ലിഗേഷൻസ് ഓരോ പ്രൊജക്റ്റിലും വരാൻ ചാൻസ് ഉണ്ട്. ഏത് പ്രൊജക്റ്റിൽ വേണമെങ്കിലും വരാം. സോ അതിനാണ് നമ്മൾ ഈ എത്തിക്കൽ റൂൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. The professional societies also undertook the other kind of activities including promulgating design standards and providing forums for reporting research and innovations in practice. ഓക്കെ, അതായത് നമ്മൾ ഇതുപോലെ ഒബ്ലിഗേഷൻസ് കോൺഫ്ലിക്ട്സും വരാൻ തുടങ്ങി നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ. മീൻസ് 19th 20th സെഞ്ച്വറിയിൽ ഇങ്ങനെ കുറേ പ്രോബ്ലംസ് വന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മളെ പ്രൊഫഷണൽ സൊസൈറ്റീസ് അവർ എന്താ പറയുക, കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചധികം സെറ്റ് ചെയ്യാൻ തുടങ്ങി. കോഡ് മീൻസ് എത്തിക്കൽ കോഡ്, ഫോം പ്രൊട്ടക്ഷൻ, ഈ റൂൾസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ്
സെറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് പ്രൊവൈഡിങ് ഫോറംസ് ഫോർ റിപ്പോർട്ടിംഗ് റിസർച്ച്, ദെൻ അതിനൊക്കെ അവരെന്ത് ചെയ്യാണ്, ഒരു എത്തിക്കൽ റൂൾസും കോഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ പ്രൊഫഷണൽ സൊസൈറ്റീസ് ആൻഡ് ദ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് കണ്ടിന്യൂ ടു പ്ലേ എ ലീഡിംഗ് റോൾ ഇൻ ദ സെറ്റിംഗ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഓക്കെ, അതായത് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസാണ് നമുക്ക് ഈ എഞ്ചിനീയറിംഗ് എത്തിക്കൽ റൂൾസ് സെറ്റ് ചെയ്യുന്നതിൽ ലീഡിംഗ് റോൾ എന്ന് പറയുന്നത് അവരുടെയാണ്. ആൻഡ് ദിസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്ലിയർലി സ്പീക്ക് ടു ദ വാരിയസ് ആൻഡ് ഓഫൻ കോൺഫ്ലിക്റ്റിംഗ് ഒബ്ലിഗേഷൻ ദാറ്റ് ആൻ എഞ്ചിനീയർ മസ്റ്റ് മീറ്റ്. അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എഞ്ചിനീയേഴ്സ് ഫ്യൂച്ചറിൽ മീറ്റ് ചെയ്യാൻ വരേണ്ട സാഹചര്യങ്ങൾ, അതായത് ഈ കോൺഫ്ലിക്ട്സ് ഒബ്ലിഗേഷൻസ് ഒക്കെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ അതിനെ മീറ്റ് ചെയ്യണം, ആ മാക്സിമം ഒബ്ലിഗേഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ് ഈ എത്തിക്കൽ റൂൾസ് കോഡും പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ആൻഡ് ദ സൊസൈറ്റീസ് ഓൾസോ പ്രൊവൈഡ് മെക്കാനിസം ഫോർ ഹെൽപ്പിംഗ് എഞ്ചിനീയേഴ്സ് resolve conflicting obligations, and when asked they provide the means for investigating and evaluating ethical behavior. ഓക്കെ, അതുപോലെ സൊസൈറ്റീസ് നമ്മളെ എഞ്ചിനീയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ് ഈ ഇത്തരം ഒബ്ലിഗേഷൻസും കോൺഫ്ലിക്ട്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതിനെ പറ്റി അവർ നമ്മളെ ഹെൽപ്പും കൂടി ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് പ്രൊഫഷണൽ എഞ്ചിനീയർ സൊസൈറ്റി ഹാവ് പബ്ലിഷ്ഡ് കോഡ്സ് ഓഫ് എത്തിക്സ്. ഓക്കെ, ഈ പ്രൊഫഷണൽ സൊസൈറ്റീസാണ് കോഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അവർ ബേസിക്കലി ഒരു കോഡ് ഡെവലപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ സൊസൈറ്റീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള രണ്ട് എത്തിക്കൽ കോഡാണ് നമ്മുടെ ASCE ആൻഡ് IEEE. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IEEE മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ എഞ്ചിനീയേഴ്സ്, ഒരു പേര് അതാണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ്. സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പറയുന്നതാണ് ഈ ASCE എന്ന് പറയുന്നത്. സോ അങ്ങനെ ബേസിക്കലി അവർ കുറേ റൂൾസ് പ്രിൻസിപ്പിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് കോഡാക്കിയിട്ട് എത്തിക്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, then there are some points to make regarding the professional societies and their codes. Okay, so means കുറച്ച് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, the difference in the code reflect different styles of engineering practice in the various discipline much more than difference in their views of the importance of ethics. അതായത് ഓരോ പ്രൊഫഷണലിന് ചിലപ്പം അവരുടേതായ എത്തിക്സ് കാണുമായിരിക്കും, പക്ഷേ വ്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എത്തിക്കലി എന്ന് പറയുന്നത് വ്യൂ സെയിം ആയിരിക്കും. പക്ഷേ ആ ചേഞ്ചസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് ആ ഒരു ചേഞ്ചസ് വരും. And the professional societies, now withstanding their promulgation of codes, ethics have not always seen as active and visible protectors of whistleblowers and other professionals who raise concern about specific engineering or design instances. അതായത് മീൻസ് ഈ പ്രൊഫഷണൽ സൊസൈറ്റീസ് ഇപ്പോഴും നമ്മുടെ എൻജിനീയേഴ്സിന് വിസിബിളി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്ട്രോങ് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് വന്നിട്ടില്ല. അതായത് മീൻസ് അത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോലി നമുക്ക് എൻജിനീയേഴ്സിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബട്ട് നൗ അതെന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. അതായത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ ഇത് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൽ കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ വിസിബിളി അത് ഒരു പ്രൊട്ടക്ഷനായിട്ട് എൻജിനീയേഴ്സിന് വന്നിട്ടില്ല. അത് ഇമ്പ്രൂവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ എത്തിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് സിമിലർലി ദ കോഡ് ഓഫ് എത്തിക്സ് വി ഹാവ് ഡിസ്ക്രൈബ്ഡ് ആർ നോട്ട് നെസസറിലി ദ സെയിം ആസ് ദോസ് ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഓരോ എല്ലാ സിറ്റുവേഷനിലും എല്ലാ ഏരിയയിലും ഈ ഇതെന്ന് പറയുന്നത് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഈ എത്തിക്സ് എന്ന് പറയുന്നത് ആ ലൊക്കേഷൻ്റെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ റിലീജിയനെയും കൂടെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഏരിയയിൽ അവിടുത്തെ റിലീജിയൻ ഏത് രീതിയിലാണോ ഏതാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ അത് നമ്മുടെ എത്തിക്സിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ജർമ്മനിലാണെങ്കിൽ അവിടുത്തെ എഞ്ചിനീയേഴ്സിന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കൂടുതലും എത്തിക്സ് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ എത്തിക്സ്. സോ ലൊക്കേഷൻ, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ റിലീജിയണൽ പാറ്റേൺ, അതെല്ലാം നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്തിക്സ് ഓൾവേസ് എ പാർട്ട് ഓഫ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. അതായത് എത്തിക്സ് എന്ന് പറയുന്നത് എപ്പോഴും പേഴ്സണൽ ആയിരിക്കും. നമ്മൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇത് എടുക്കുന്ന സമയത്ത് ഇൻറ്റൻസ്ലി പേഴ്സണൽ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് പാക്ക് ഡിസൈൻ ചെയ്യുന്ന അവർക്കും ഉണ്ടാവും ഡിസൈൻ എഞ്ചിനീയേഴ്സ്. സോ അത് എത്തിക്കലി ആണോ അവർ ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ കോൺഫ്ലിക്ട്സിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. There is no way to predict such a serious conflict of obligations and loyalties will arise in our individual life. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് നമ്മളെ കോൺഫ്ലിക്ട്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. No, we can know
the specific personal and professional circumstances within which such conflicts will be embedded. ഏത് സർക്കംസ്റ്റാൻസ്, ഏത് സാഹചര്യത്തിലാണ് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എത്തിക്സ് എന്ന് പറയുന്നത് അവരുടെ ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Nor unfortunately there is a single answer to many of the questions posed. If faced with a daunting conflict, we can only hope that we are prepared by our upbringing, our maturity and our ability to think and reflect about the issues that we have briefly raised. ഇപ്പം എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമ്മളൊരു ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിന് ലീഗലി എന്താ പറയുക, എത്തിക്സിന് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ എത്തിക്സ് എന്ന് പറയുന്നത് എൻജിനീയേഴ്സിന് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് വിസിബിളി വന്നിട്ടില്ല. മീൻസ് അത് ഇംപ്രൂവിങ്ങിലാണ്, സപ്പോർട്ടിങ് സിസ്റ്റം ആവുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ സ്വന്തം നമ്മുടെ മെച്യൂരിറ്റിയും നമ്മുടെ ലോയാലിറ്റിയും വെച്ചിട്ടാണ് നമ്മളത് ചെയ്തതെന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അത് നമ്മൾ റേസ് ചെയ്യണം, വേറെ ആരും നമുക്ക് വേണ്ടി ചെയ്യാനുണ്ടാവില്ല. സോ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയും എത്തിക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.